നമസ്കാരം. സെലിബ്രിറ്റീസിൻ്റെ ജാതകങ്ങളിലെ ശുക്രൻ്റെ പങ്ക് എന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അങ്ങനെ ഒരു സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റൂല, ഒരു ജാതകം കണ്ടപ്പോൾ എനിക്ക് ഒന്ന് അനലൈസ് ചെയ്യണമെന്ന് തോന്നി. ആ ശുക്രൻ്റെ റോൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ പറയുകയാണ്. അതായത് ഒരു സ്ത്രീ ജാതകമാണ്. 18/6/97 1:20 PM ജനിച്ച ഒരു പെൺകുട്ടി. ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ നടക്കുന്ന സീരിയലുകളിലെ അഭിനേത്രിയും കൂടിയാണ്. ഈ കുട്ടിയുടെ ജാതകം മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്തായാലും ആ കുട്ടിയുടെ ഒരു ജാതകമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ലഗ്നം കന്നി ലഗ്നം. ലഗ്നത്തിൽ കുജനും സർപ്പനും ഉണ്ട്. അതേപോലെ 3-ൽ ചന്ദ്രൻ, 5-ൽ വ്യാഴം, 7-ൽ ശനിയും ഗുരു, 9-ൽ ശുക്രൻ, 9-ൽ ബുധൻ, 10-ൽ സൂര്യനും ശുക്രനും. ഈ ഗ്രഹനില പ്രകാരം ശുക്രൻ്റെ റോൾ എപ്പോഴും നമുക്ക് ആലോചിക്കേണ്ടത്, പല ആൾക്കാരും എൻ്റെ അടുത്ത് പഠിതാക്കളായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് പോലും വരുന്ന ഒരു കമൻ്റ് ഉണ്ട്. ശുക്രന് സൂര്യൻ്റെ കൂടെ യോഗം വന്നാൽ, അല്ലെ സൂര്യൻ്റെ രാശിയിൽ നിന്നാൽ, അല്ലെ ശുക്രനും സൂര്യനും കൂടി ശത്രുഗ്രഹമാണ് എന്ന് പറയുന്നത്. ഭാവചിന്തനയിൽ ശത്രുഗ്രഹം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ശുക്രനും സൂര്യൻ്റെയും ഫലം അനുഭവത്തിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ശത്രുമിത്രാദികളെയൊക്കെ വേറെ മാറ്റിവെക്കുക. ഭാവചിന്തനയിൽ ശത്രുമിത്രാദികളെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യരുത് എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയാറുള്ളത്. ഇവിടെ ശുക്രനും ബുധനും പരിവർത്തനത്തിലാണ് നിൽക്കുന്നത്. ഈ സ്ത്രീ ജാതകത്തിൽ പരിവർത്തനത്തിൽ നിൽക്കുന്ന ശുക്രനും സൂര്യനുമാണ്. അതേപോലെ തന്നെ സൂര്യനും ശുക്രനും കൂടെ യോഗം ചെയ്താൽ രംഗായുധ ലബ്ധസം, രംഗായുധ കലകളിൽ സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ രംഗകലകളിൽ തിളങ്ങാനുള്ള യോഗമുണ്ട്. അത് സൂര്യനോട് കൂടി യോഗം ചെയ്ത് മൗഢ്യം കൊടുത്താൽ കൂടുതൽ അനുഭവത്തിൽ വരും. ശുക്രന് മൗഢ്യം വന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു പോകുമെന്ന് പറയുന്നവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അവതരിപ്പിക്കുന്നത്. ശുക്രന് മൗഢ്യം വന്നാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ശുക്രന് മൗഢ്യം വന്നാൽ സൂര്യൻ്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴാണ് കൂടുതൽ കലാബന്ധം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സൂര്യനും ശുക്രനും കൂടി ബുധൻ്റെ രാശിയിലാണ്. ബുധൻ എന്ന് പറയുന്ന ആളിനും കലാബന്ധമുണ്ട്. 10-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും ധർമ്മകർമാധിപന്മാർ ഇവിടെ പരിവർത്തനത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ക്രിയേറ്റിവിറ്റിയുടെ കാരകത്വം, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 5-ലാണ്. പരിവർത്തനം ശനിയും വ്യാഴവും കൂടിയുണ്ട്. 7-ഉം 5-ഉമായിട്ടുള്ള പരിവർത്തനം. അതും ഒരു കേന്ദ്ര ത്രികോണങ്ങളുടെ പരിവർത്തനം വന്ന് നിൽക്കുന്ന ഗ്രഹനിലകൾ വളരെ ഉത്തമമായിട്ടുള്ള ഫലം ചെയ്യും. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു ഇഷ്ടവിവാഹമായിരുന്നു ഈ പെൺകുട്ടിയുടേത്. പക്ഷേ ദാമ്പത്യ ജീവിതം വളരെ ശ്രദ്ധയോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അഡ്വൈസ് കൂടി ഞാൻ കൊടുത്തിരുന്നു. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ, 7-ൽ നിൽക്കുന്ന ശനി, ഏത് സമയം വേണമെങ്കിലും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ യോഗമുണ്ട്. അതേപോലെ സന്താന ഭാവത്തിനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാവമായിട്ടാണ് ഈ ജാതകം കാണുന്നത്. കാരണം ചന്ദ്രൻ ഓവുലേഷൻ, സ്ത്രീ ജാതകവും കൂടി ആയതുകൊണ്ട് ചന്ദ്രൻ ഒരു നീചാവസ്ഥയിലാണ്. അതുമാത്രമല്ല വ്യാഴം സന്താനക്കാരകൻ നീചാവസ്ഥയിൽ. അങ്ങനെയുള്ളൊരു അവസ്ഥയിലും കൂടിയാണ് ഈ ഗ്രഹനില പോകുന്നത്. പക്ഷേ കലാബന്ധം എത്തരത്തിലാണ് സൂര്യനും ശുക്രനും കൂടി കൊടുത്തത് എന്ന് കൂടി മനസ്സിലാക്കുക. സൂര്യൻ 10-ൽ നിൽക്കുന്നു, മിഥുനൻ രാശിയിൽ വന്നു. ശുക്രനും കൂടി വന്നപ്പോൾ മിഥുന രാശിക്ക് തന്നെ വാദ്യം, നൃത്തം, പാട്ട് എന്നൊക്കെയുള്ള ഒരു കലാബന്ധം കാണിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ കന്നി രാശിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. കന്നി ലഗ്നത്തിന് തന്നെ പ്രധാനമായിട്ട് പറയുകയാണ് ബുധൻ്റെ രാശി ലഗ്നമാണ്. ബുധൻ ഒരു കലാബന്ധം കാണിക്കുന്ന ഒരു രാശി കൂടിയാണ്. അതേപോലെ പിന്നെ പലതരത്തിലെ വിദ്യാർമിക
മേധാവി, സുരഥപ്രിയ എന്നൊക്കെ പറഞ്ഞ് മേധാവിത്വമുള്ള ആളായിരിക്കാം. അതേപോലെ പലതരത്തിലുള്ള വിദ്യകൾ പഠിക്കാൻ യോഗമുള്ള ആളായിരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്രഹനിലയും കൂടിയാണ്. ബുധൻ്റെ ഉച്ചാവകാശ രാശി കൂടിയാണ് കന്നി ലഗ്നം. അപ്പം ആ കന്നി ലഗ്നത്തിന് അങ്ങനെ ഒരു ബന്ധവും വന്ന് രണ്ടാം ഭാവാധിപത്യം ശുക്രന് വന്നാലും കലയുമായി ബന്ധമുള്ള വിദ്യകൾ പഠിക്കാം എന്നുള്ള ഒരു കാര്യവും കൂടി അവിടെ കാട്ടിത്തരുന്നു. പക്ഷെ യുമായി ബന്ധപ്പെട്ട വിദ്യ അല്ല പഠിച്ച ഈ കുട്ടി ബിടെക് ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ ബിടെക് പഠിച്ചെങ്കിലും പഠനം അങ്ങനെയാണെങ്കിലും ആ ശുക്രൻ 10ൽ വന്നപ്പോൾ ആ കലയുടെ ബന്ധമാണ് അവിടെ അവതരിപ്പിക്കാൻ പറ്റിയത്. ആ ഒരു ബന്ധത്തിൽ കൂടിയാണ് ആ കുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം രംഗകലകളിൽ ശുക്രന് മൗഢ്യം വന്നാലും സൂര്യനുമായിട്ട് ശുക്രൻ യോഗം വന്നാലും മൗഢ്യവും അതേപോലെ ശത്രുതയുമല്ല ഇവിടെ ചിന്തിക്കേണ്ടത്. കലാബന്ധത്തിനെ തന്നെയാണ് ഇവിടെ കാട്ടിക്കൊടുക്കുന്നത്. കർമ്മം എന്താണ്? കർമ്മം എന്ന് പറയുന്നത് 10ാം ഭാവമാണ്. ആ 10ാം ഭാവം എന്താണ് സൂചിപ്പിക്കുന്നത്? സൂര്യനും ശുക്രനും കൂടി നിന്ന് കാട്ടുന്നത് രംഗകലകളിൽ താല്പര്യമുള്ള വേദി, രംഗായുധ ലബ്ധസം. അതാണ് രംഗത്ത് സ്റ്റേജിൽ അപ്പിയറൻസ് അവതാരകർ ആകാം, അതേപോലെ കലാപരിപാടികളാകാം, ഡാൻസറാകാം, അതേപോലെ സിനിമ അഭിനയിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വാദ്യം, നൃത്തം, പാട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാകാം. ഇത്തരത്തിലുള്ളൊരു വേദിയാണ് ഈ ഒരു കുട്ടിയുടെ ജാതകം കൊണ്ട് എനിക്ക് പറയാൻ ഇവിടെ അവസരമുണ്ടായത്.